ഗുഡ് മോർണിംഗ്. മെറ്റലർജി എന്ന് പറയുന്ന ചാപ്റ്റർ, അതിൻ്റെ പേര് അങ്ങനെയല്ല കിടക്കണേ. ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് എക്സ്ട്രാക്ഷൻസ് ഓഫ് മെറ്റൽസ് ആണ് നമ്മുടെ ചാപ്റ്റർ 6 ഇടയിൽ വിട്ട ചാപ്റ്ററാണ്. അതിലെ കുറച്ച് ടേംസ് ആണ് നമുക്കൊന്ന് പറയാനുള്ളത്. അതിൽ ആദ്യം പറയുന്നത് നമ്മൾ മിനറൽസ് ആൻഡ് ഓർസ് കേട്ടോ. ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല, ചെറിയ ക്ലാസ് കേട്ടിട്ടുണ്ട്. മിനറൽസ് ആൻഡ് ഓർസ് നമുക്ക് ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന മെറ്റൽസിൻ്റെ വിവിധ കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് മിനറൽസ്. The various compounds of metals found in the earth's crust are known as minerals. ഇനി ആ മിനറലിൽ നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് അത് കുഴിച്ചെടുക്കുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സാൻഡ്, ക്ലേ എക്സെട്ര. അതിൻ്റെ കൂടെ നിറയെ റോക്കി ഇമ്പ്യൂരിറ്റീസ് നിറയെ ഉണ്ടായിരിക്കും. ആ ഇമ്പ്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരാണ് GANGUE. ഇനി ദ മിനറൽ ഫ്രം വിച്ച്, എല്ലാ മിനറൽസ് അങ്ങനെ നമുക്ക് കുഴിച്ചെടുത്ത് മൈൻ ചെയ്തെടുക്കണ എല്ലാ മിനറൽസിൽ നിന്നും നമുക്ക് മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ നോട്ട് ഈസി. സോ ഏത് മിനറലിൽ നിന്നാണോ മെറ്റലിനെ എന്താ പറയുക ഇക്കണോമിക്കലായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുക, ആ മിനറലിനെ വിളിക്കുന്ന പേരാണ് ഓർ. ദ മിനറൽ ഫ്രം വിച്ച് മെറ്റൽ ക്യാൻ ബി ഇക്കണോമിക്കലി എക്സ്ട്രാക്റ്റഡ്. ലാഭകരമായ തോതിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മിനറലിനെ വിളിക്കുന്ന പേരാണ് ഓർ. ഇനി കുറേ നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് മെറ്റൽസിൻ്റെ ഓറുകൾ, മിനറൽസിൻ്റെ ഒക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ആ പേരും ഫോർമുലയും ഒന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ്. മാച്ച് ദ ഫോളോയിങ്ങിന് ക്വസ്റ്റ്യൻസ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അയണിനാണെങ്കിൽ കൊടുത്തിട്ടുണ്ടവർ ഹെമറ്റൈറ്റ് Fe2O3 കേട്ടിട്ടുണ്ടാവും. മാഗ്നറ്റൈറ്റ് Fe3O4, അത് രണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അയണിൻ്റെ വേറെ 1-2 ഓറുകളുടെ പേരുകളും കൂടി കൊടുത്തിട്ടുണ്ട്. സിഡറൈറ്റ്, FeS എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ അതിൽ കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, അലുമിനിയത്തിന് ബോക്സൈറ്റ് ഓറും നമ്മൾ കേട്ടിട്ടുണ്ടാവും, Al2O3. പിന്നെ കയോലിനേറ്റ് എന്ന് പറയുന്നത് അത് സിലിക്കയും കൂടി ചേർന്ന അലുമിനിയം ഓക്സൈഡിൻ്റെ രൂപമാണ്. അത് 2 അലുമിനിയത്തിൻ്റെ ഓറാണ്. അപ്പോൾ ആ ഓറിൻ്റെ പേര് അല്ലെങ്കിൽ ഫോർമുല അവർ തരും. അപ്പോൾ നമുക്കത് ഇന്ന മെറ്റലിൻ്റെ ഓറാന്ന് മാച്ച് ചെയ്യാൻ വരും, ചോദിക്കും കേട്ടോ. ഇപ്പോൾ സിങ്കിനാണെങ്കിൽ ZnS, സിങ്ക് ബ്ലെൻഡ്. ZnCO3, സിങ്ക് കാർബണേറ്റ്. അത് പിന്നെ അങ്ങനെ സിങ്കിൻ്റെയും കുറേ കലാമിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സിങ്കിൻ്റെയും കോമ്പൗണ്ട്സ് ഉണ്ട്. കോപ്പർ പ്ലാന്റ് CuFeS2, Cu2S ഉണ്ട്. കുപ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് Cu2O ഉണ്ട്. പിന്നെ എന്താ മാലക്കൈറ്റ് CuOH2, CuCO3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കോമ്പൗണ്ട്സ് കോപ്പറിൻ്റെ 4 പേരുടെയാണ് അങ്ങനെ കൊടുത്തത്. അയൺ, കോപ്പർ, അലുമിനിയം, സിങ്ക്. ആ കോമ്പൗണ്ട്സ് ഒന്നും പഠിച്ചു വെക്കണം, നല്ലതാണ്. മാച്ച് ദ ഫോളോയിങ് ചോദിക്കും കേട്ടോ. ദെൻ ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ ഈസ് നോൺ ആസ് മെറ്റലർജി. ആ മെറ്റലിന് അതിൻ്റെ ഓറിൽ നിന്ന് വേർതിരിച്ചിരിക്കണം. ആ ഹോൾ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റലർജി കേട്ടോ. പ്രധാനമായിട്ട് ഇതിൽ 3 സ്റ്റെപ്പ്, ശരിക്കും പറയുന്നത് 4 സ്റ്റെപ്പ് ഉണ്ട്. അതായത് നമ്മൾ മൈൻ ചെയ്തെടുക്കുമ്പോൾ വലിയ ഹ്യൂജ് ലംസ് ആയിട്ടാണ് നമുക്ക് കിട്ടും, വലിയ കട്ടകളായിട്ട് കിട്ടാം. അതിനാദ്യം തന്നെ പൊടിക്കണം. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ അത് അത്ര പ്രധാനമുള്ളതല്ലാത്ത കാരണം അത് ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ക്രഷിങ് ആൻഡ് പൾവറൈസേഷൻ ഓഫ് ദ ഓർ. ആ വലിയ കട്ടകളെ ആദ്യം മില്ലിലിട്ട് ക്രഷ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കാം. ക്രഷർ ഉപയോഗിച്ച് മില്ലിലും അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ക്രഷർ ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അതേ മില്ലിൽ അതിനെ പൗഡർ ചെയ്യുക. പൗഡേർഡ് ഓറിനെയാണ് നമ്മൾ ഇനി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. പൗഡേർഡ് ഓറിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. പൗഡേർഡ് ഓറിൽ നിന്ന് മെറ്റലിനെ പ്യുവർ ഫോമിൽ വേർതിരിച്ചെടുക്കാൻ 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പാണുള്ളത്. അതിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. രണ്ടാമത്തെ സ്റ്റെപ്പ് extraction of metal from the isolation of metal from the concentrated ore. From the concentrated ore. മൂന്നാമത്തെ സ്റ്റെപ്പ് റിഫൈനിങ് ഓഫ് ദ മെറ്റൽ. നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പഠിക്കാം കേട്ടോ. അതൊക്കെ ചിലപ്പോൾ സ്കൂളിൽ നിങ്ങൾ കുറേ ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പൗഡേർഡ് ഓർ ആദ്യം തന്നെ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ക്രഷിങ് ആൻഡ് പൾവറൈസേഷൻ ഓഫ് ദ ഓർ. മെറ്റലിൻ്റെ മിനറൽ ഓറിൻ്റെ വലിയ കട്ടകളെ ചെറുതാക്കുക ആദ്യം, അത് ഇനി പൗഡറാക്കുക. പൗഡേർഡ് ഓറിനെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. അതായത് ഈ പൗഡേർഡ് ഓറിൽ നമ്മൾ പറഞ്ഞു ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുക. അതിൽ ചിലപ്പോൾ സാൻഡ്, ക്ലേ തുടങ്ങി കുറേ എന്താ പറയുക ഇമ്പ്യൂരിറ്റീസ് അതിലുണ്ടാവും.
അവരെ ആദ്യം തന്നെ നീക്കണം, റിമൂവ് ചെയ്യണം. എർത്തിലെ ഇംപ്യൂരിറ്റീസിനെ ഓർ ഇന്ന് പൗഡേർഡ് ഓറിന് വേർതിരിക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. ദ റിമൂവൽ ഓഫ് ഇംപ്യൂരിറ്റീസ് ലൈക്ക് സാൻഡ്, ക്ലേ എക്സെട്ര ഫ്രം ദി powdered ore is known as concentration of the ore. അങ്ങനെ പറയുന്ന വേറെ പേരാണ് ഡ്രസ്സിങ് ഓഫ് ദ ഓർ അല്ലെങ്കിൽ ബെനിഫാക്ഷൻ ഓഫ് ദ ഓർ. ബെനിഫാക്ഷൻ of the removal of impurities from the powdered ore. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസെൻട്രേറ്റഡ് ഓർ. ഇനി കോൺസെൻട്രേഷൻ നടത്താനായിട്ട് ഈ ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാനായിട്ട് ഒരു 3-4 മെത്തേഡ്സ് നമുക്ക് പഠിക്കാൻ കഴിയും കേട്ടോ. അതിൽ ആദ്യത്തെ മെത്തേഡ് ഓറിൻ്റെയും ഇംപ്യൂരിറ്റീസിൻ്റെയും നേച്ചറിനനുസരിച്ചാണ് നമ്മൾ ഓരോ മെത്തേഡ് ഓരോ ഓറിന് തീരുമാനിക്കുന്നത്. അതിൽ ആദ്യത്തെ ഓറാണ് ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക് വാഷിംഗ് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കുക. ഗ്രാവിറ്റി സെപ്പറേഷന് ബേസ് ചെയ്തിട്ടുള്ളത് ഇത്. ഇതെങ്ങനെയുള്ള ഓറിനാണെന്ന് പറയാം. ഓറ് ഹെവിയും അതിലുള്ള ഇംപ്യൂരിറ്റീസ് ലൈറ്ററും ആവുകയാണെങ്കിൽ ഇതുപയോഗിച്ച് നമുക്ക് ചെയ്യാം. അത് ഇങ്ങനെ വെള്ളം അതിലേക്ക് ഒഴിക്കുക. പൗഡേർഡ് ഓർ കണ്ടെയ്നിങ് ഇംപ്യൂരിറ്റീസിലേക്ക് അപ്വേർഡ് സ്ട്രീം ഓഫ് റണ്ണിങ് വാട്ടർ. വെള്ളം ഇങ്ങനെ അതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലാതെ വെള്ളം ഒരു ബക്കറ്റിൽ പിടിച്ച് വെച്ചാൽ അതിൽ ഓർ പാർട്ടിക്കിൾസിൽ ഒരു ബക്കറ്റ് വെള്ളം എടുക്കല്ല. റണ്ണിങ് വാട്ടർ ഇങ്ങനെ ഉണ്ടായിരിക്കണം. വാട്ടർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്താണ് അവിടെ നിന്നറിയൂ, ഈ ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ഹെവി ഓർ പാർട്ടിക്കിൾസ് അടിയിലടിയും, ലൈറ്റർ ഇംപ്യൂരിറ്റീസ് മുകളിലേക്ക് പൊന്തും. അത് റണ്ണിങ് വാട്ടർ അല്ല, അത് വാഷ്ഡ് ആണ്. അതാണ് ഒന്നാമത്തെ മെത്തേഡ്, സിമ്പിൾ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് കേട്ടോ. മാഗ്നറ്റിക് സെപ്പറേഷൻ അതായത് കേൾക്കാം. മാഗ്നറ്റിക് ഐതർ നമ്മുടെ ഓർ പാർട്ടിക്കിൾ അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്യൂരിറ്റി ഗാങ് പാർട്ടിക്കിൾസ് മാഗ്നറ്റിക് ആയാലാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക. ആരെങ്കിലും ഒരാൾ ഒന്നുകിൽ നമ്മുടെ ഓർ അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്യൂരിറ്റി മാഗ്നറ്റിക് ആവും. ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയും. ഈ നെല്ലുകുത്തി അരിയാക്കണ മില്ലിലൊക്കെ അത് കാണും. 2 റോളറുമേ ഒരു ബെൽറ്റ് കറങ്ങുന്നത്. ഇവിടെ ഒരു റോളറുണ്ട്, ഇവിടെ ഒരു റോളറുണ്ട്. അതിന് മുകളിൽ കൂടിയാണ് ഈ ബെൽറ്റ് കറങ്ങുന്നത്. ഇതിലൊരു റോളർ മാഗ്നറ്റിക് ആയിരിക്കും, ഒരു റോളർ നോൺ മാഗ്നറ്റിക്. എന്നിട്ട് ഈ ബെൽറ്റിന് മുകളിൽ എന്താ പറയുക, ഒരു ഈ പൊടിച്ച് ഓറിടാനായിട്ട് ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിൽ കൂടെ ഓറിടുമ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൂവ് ചെയ്തുകൊണ്ടിരുന്ന് ഈ മാഗ്നറ്റിക് ആയിട്ടുള്ള റോളർ ഇതാണെന്ന് കരുതുക. അതിൻ്റെ അടുത്തോട്ട് ഈ ഓർ പാർട്ടിക്കിൾസ് വരുമ്പോൾ ആ ഓർ പാർട്ടിക്കിൾസ് മാഗ്നറ്റിക് ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ് ഈ മാഗ്നറ്റിക് റോളറിൻ്റെ അടുത്ത് വന്ന് വീഴും. അപ്പോൾ ഇംപ്യൂരിറ്റീസ് നോൺ മാഗ്നറ്റിക് ആണെങ്കിൽ അതായത് ഇതിൻ്റെ അടുത്തേക്ക് അകന്നു പോകും. അങ്ങനെ ഒന്നുകിൽ നമ്മുടെ ഓർ പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഇംപ്യൂരിറ്റി, സാധാരണ അയേണിൻ്റെ ഓറിനാണ് ഇത് ഉപയോഗിക്കുക. ഒന്നുകിൽ ഓർ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി മാഗ്നറ്റിക് ആണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കും. 2 റോളർ, അതുകൂടെ കറങ്ങുന്ന ഒരു കൺവെയർ ബെൽറ്റ്. ആ ബെൽറ്റിൻ്റെ മുകളിൽ നമ്മുടെ ഈ പൗഡേർഡ് ഓർ ഇടാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിൽ കൂടെ ഓർ ഇടുമ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ കറങ്ങി മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ല, അതിനൊപ്പം ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് മാഗ്നറ്റിക് ആയിട്ടുള്ള റോളറിൻ്റെ അടുത്തെത്തുമ്പോൾ മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ഓർ പാർട്ടിക്കിൾസ് അതിൻ്റെ അടിയിൽ വീഴും, മറ്റേത് എവിടെ. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്, മാഗ്നറ്റിക് സെപ്പറേഷൻ. അടുത്ത ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ്. മൂന്നാമത്തെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ്. സൾഫൈഡ് ഓറിനായിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കുക. സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക. ഇതിനെന്താ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഈ പൊടിച്ച സൾഫൈഡ് ഓറിന് കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ എന്താ പറയുക, ഒരു സസ്പെൻഷൻ പരിവം, സൊല്യൂഷൻ രൂപമാക്കരുത്. കുറച്ച് അങ്ങനെ ഒരു ടാങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിലോട്ട് പൈൻ ഓയിൽ ചേർക്കാം. അതിൽ 2 സംഭവം ചേർക്കാൻ പറയുന്നുണ്ട്, കളക്ടേഴ്സ് ആൻഡ് ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ്. കളക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക സാധാരണ പൈൻ ഓയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളത്തിൽ ചേർക്കണം, വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കണം, ഒരു സസ്പെൻഷൻ രൂപമാക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കളക്ടേഴ്സും ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സും ചേർക്കണം. കളക്ടേഴ്സായിട്ട് ചേർക്കുന്നത് പൈൻ ഓയിലാണ്. ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് ചേർക്കുന്നത് അനിലീനോ ക്രിസോൾസോ ഒക്കെ ചേർക്കണം. അനിലീനാണെങ്കിൽ ക്രിസോൾസ് ചേർക്കണം, ഏതെങ്കിലും ഒന്ന് മതി. എന്താണ് ഈ 2 പേരുടെയും ഡ്യൂട്ടി എന്നുള്ളത് പറഞ്ഞുതരാം.
ശ്രദ്ധിക്കുക, നമ്മുടെ ഇവിടെ ഓർ പാർട്ടിക്കിൾസ് വെള്ളത്തെ കലരാൻ പാടില്ല. അതേസമയം ഇമ്പ്യൂരിറ്റീസ് ഏതിൽ കലരണം? വെള്ളത്തിൽ. ഓർ പാർട്ടിക്കിൾസ് ഓയിലിലേക്ക് വരാൻ പാടില്ല. അത് നോൺ വെറ്റബിലിറ്റി ഓഫ് ഓർ പാർട്ടിക്കിൾസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്നതാണ് ഈ പൈൻ ഓയിൽ കളക്ടേഴ്സ്. അതായത് നമ്മളിപ്പോൾ വെള്ളത്തിൽ ആദ്യം ചേർത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് അതിലേക്ക് പൈൻ ഓയിൽ ചേർക്കും. എന്നിട്ട് നമ്മുടെ എന്താ പറയുക, ഒരു അജിറ്റേറ്റർ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ നമ്മൾ തൈരൊക്കെ കടഞ്ഞെടുക്കണ പോലെ എയറിൻ്റെ പ്രസൻസിൽ നന്നായിട്ട് ഇതിനിങ്ങനെ കറക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉദ്ദേശം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ മീഡിയത്തിലേക്ക് ഓർ കടക്കണം. ഓർ ഒരിക്കലും ഏതിലേക്ക് കലരാൻ പാടില്ല? വാട്ടറിലേക്ക് കലരാൻ പാടില്ല. അപ്പോൾ ഓർ പാർട്ടിക്കിൾസിൻ്റെ നോൺ വെറ്റബിലിറ്റി വിത്ത് വാട്ടർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ ചേർക്കണത്? ഈ പറഞ്ഞ കളക്ടേഴ്സിനെ ചേർക്കണത്. അപ്പോൾ പൈൻ ഓയിൽ ചേർത്ത് ഈ മിശ്രിതത്തിൽ നന്നായി ഇതിൽ മിക്സ് ചെയ്യിക്കുക, അജിറ്റേറ്റ് ചെയ്യിക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. അപ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർ പാർട്ടിക്കിൾസ് വാട്ടറിൽ നിൽക്കാതെ, വെള്ളത്തിൽ നിൽക്കാതെ എവിടേക്ക് മാറും? ഓയിലിലോട്ട് മാറും. അതിനാണ് ഇവരെ ചേർക്കണം. പിന്നെ ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സിൻ്റെ ഉദ്ദേശം ഇതിങ്ങനെ നമ്മൾ നന്നായി മിക്സ് ചെയ്യിക്കില്ലേ, അപ്പം ഒരു ഫ്രോത്ത് ഫോം ചെയ്യും. അതിന് വേണ്ടി ആ ഫ്രോത്ത് ശരിക്കും ഫോം ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആര് ചേർക്കുന്നത്? ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഓർ പാർട്ടിക്കിൾസ് വാട്ടറിൽ കലരാതെ എവിടേക്ക് പോകും? ഓയിലിലേക്ക്. അത് മുകളിലേക്ക് പോകും ഫ്രോത്ത് രൂപത്തിൽ. എന്നിട്ട് മുകളിൽ പോകുന്ന ആ ഫ്രോത്തിനെ റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിടും. അതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ ചെയ്യണത്. ഇനി ഇതുപയോഗിച്ച് വേറൊരു കാര്യത്തിനും കൂടി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് ഉപയോഗിക്കാം. 2 സൾഫൈഡ് ഓർ മിക്സ് ചെയ്ത് വന്ന് അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും. ഇവിടെ പ്യൂരിഫിക്കേഷൻ, നമ്മൾ ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യലല്ല ഇവിടെ മെയിൻ ഉദ്ദേശം. 2 സൾഫൈഡ് ഓർ മിക്സ് ചെയ്ത് വന്നാൽ അവരെ വേർതിരിക്കാനും ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഡിപ്രസൻസ് എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസിന് ചേർക്കണം കേട്ടോ. ഡിപ്രസൻസ് ലൈക്ക് സോഡിയം സയനൈഡ്. ഇയാളുടെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞത്? ഈ ഫ്രോത്ത് അപ്പം നമ്മളിവിടെ വാട്ടറിൽ ആദ്യം തന്നെ ഇതിനൊരു പേസ്റ്റ് സസ്പെൻഷൻ രൂപമാക്കണം. അതിലേക്ക് പൈൻ ഓയിൽ ചേർക്കണം, ഫ്രോത്ത് സ്റ്റെബിലൈസർ ചേർക്കണം, അജിറ്റേറ്റഡ് ബൈ യൂസിങ് വീൽ, പാഡിൽ വീൽ. അത് കഴിഞ്ഞിട്ടാണ് എയറിൻ്റെ പ്രസൻസിൽ ഫ്രോത്ത് ഫോം ചെയ്യും. പക്ഷേ ഫ്രോത്ത് ക്യാരി നമ്മുടെ ഓർ പാർട്ടിക്കിൾസ്. ഫ്രോത്ത് ഇതിനെ ക്യാരി ചെയ്യും, ഓർ പാർട്ടിക്കിൾസിനെ ക്യാരി ചെയ്യും. പക്ഷേ ഇവിടെ 2 ഓർ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യണ്ടേ. ഇയാളുടെ പണി എന്താ വെച്ചാൽ ഇയാൾ അതിലത്തെ ഒരാളെ മാത്രം ഓറിലേക്ക് കടത്തി വിടുന്നു. ഇയാൾ ഇതിനെ ലെഡ് സൾഫൈഡിനെ ഫ്രോത്തിലേക്ക് കടത്തി വിടും. ആരെ തടയും? സിങ്ക് സൾഫൈഡിനെ. അതാണ് ഡിപ്രസൻസിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഡിപ്രസൻസ് അലൗ ഓൺലി വൺ ഓഫ് ദ സൾഫൈഡ് ഓൾസ് ടു ഗോ ഇൻ ടു ദ ഫ്രോത്ത് ആൻഡ് പ്രിവെൻറ്റ് ദ അതർ വൺ. അപ്പോൾ ഇത് ലെഡ് സൾഫൈഡിനെ ഫ്രോത്തിലേക്ക് കടത്തിവിടും, സിങ്ക് സൾഫൈഡ് അതിനുള്ളിൽ. അതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷനിലെ 2ാമത്തെ പ്രോസസ്സ്. ഇനി 4ാമത്തെ പ്രോസസ്സ്. ഈ പറഞ്ഞ 3 മെത്തേഡിനും നമ്മുടെ ഓറിനോ ബാക്കി ആർക്കോ കെമിക്കൽ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതിനെ പറയും ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറയും. ഇനി കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറിൽ ലാസ്റ്റ് ഒരു മെത്തേഡ് ഉണ്ട്, അത് മാത്രമേ കെമിക്കൽ മെത്തേഡായിട്ടുള്ളൂ. അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. എക്സ്പ്ലെയിൻ ദ കെമിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ തന്നെ ചോദിക്കാം. അതിനുപയോഗിക്കണം. അത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ലീച്ചിങ്, കെമിക്കൽ മെത്തേഡ്. ലീച്ചിങ് മാത്രം കെമിക്കൽ മെത്തേഡ് കേട്ടോ. കെമിക്കൽ മെത്തേഡ് ഇതുവരെ പറഞ്ഞതൊക്കെ ഫിസിക്കൽ മെത്തേഡാണ്. കെമിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അപ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണം. അതിന് നമ്മുടെ പൊടിച്ച പൗഡേർഡ് ഓർ എടുത്തിട്ട് അതിലേക്ക് അത് ഡിസോൾവ് ആണ് ഒരു എന്താ പറയുക സോൾവെൻ്റ് എടുത്ത് അതിലേക്ക് ഡിസോൾവ് ചെയ്യിക്കാം. അപ്പോൾ എന്നിട്ട് പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ബോക്സൈറ്റ് ഓറിന് വേണ്ടിയിട്ട് ബോക്സൈറ്റ് ഓറാണ് ഇതുവഴി ചെയ്യുന്നത്. ബോക്സൈറ്റ് ഓർ അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റ് ഓർ. പൊടിച്ച ബോക്സൈറ്റ് ഓറിലേക്ക് പൊടിച്ച ബോക്സൈറ്റ് ഓറിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് കോൺസെൻട്രേറ്റഡ് വാട്ടർ ചേർത്തിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്യണം. ടെമ്പറേച്ചർ 473 to 523 കെൽവിൻ ടെമ്പറേച്ചർ. ഹൈ പ്രഷറാണ്, 35 to 36 ബാർ പ്രഷർ. ഡൈജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നല്ലവണ്ണം അതിനെ ഹീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബോക്സൈറ്റ് ഓർ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് SiO2 ഉണ്ട്, അയൺ ഓക്സൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അയൺ ഓക്സൈഡ്സ് ഒക്കെ ഉണ്ട്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് കെമിക്കലിലേക്ക് അയൺ ഓക്സൈഡ് കലരില്ല. അയൺ ഓക്സൈഡ് ലയിക്കാതെ അങ്ങനെ തന്നെ കിടക്കും സോളിഡ്. പക്ഷെ SiO2 ലയിക്കും, ലയിക്കും, Al2O3 ലയിക്കും. Al2O3 ലയിച്ചിട്ട് സോഡിയം അലുമിനേറ്റ് ഉണ്ടാവും, NaAlOH 4 times. NaAlOH 4 times. സോഡിയം അലുമിനേറ്റ്
SiO2 ഈ NaOH ലയിക്കുന്നുണ്ട്, ഡിസോൾവ് ആവുന്നുണ്ട്. എന്നിട്ട് സോഡിയം സിലിക്കേറ്റ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അയൺ ഓക്സൈഡ് മാത്രം ലയിക്കില്ല, അത് ഇൻസോൾബിൾ ആയിട്ട് അടിയിൽ കിടക്കും. അതിനപ്പം തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് മാറ്റും. അപ്പം നമ്മുടെ ഇപ്പോൾ ലൈനിൽ സോഡിയം അലുമിനേറ്റ് ഉണ്ട്, സോഡിയം സിലിക്കേറ്റ് ഉണ്ട്. ഇനി നമ്മൾ ഇതിലിപ്പോൾ ബേസ് നമ്മൾ ചേർത്ത കാരണം അതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ പോകും. NaAlOH 4 times. അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പടർത്തുന്നുണ്ട് കേട്ടോ. കുറച്ച് Al2O3 ഫ്രഷ് ചേർക്കുമ്പോൾ ചെയ്യാം. Al2O3 പ്യുവർ ആയിട്ടുള്ള Al2O3 കുറച്ച് ചേർക്കും. അപ്പോൾ ഇതിന് ലയിച്ച് കിടക്കണം, സോഡിയം ഓക്സൈഡ് ലയിച്ച് കിടക്കണം നമ്മുടെ അലുമിനിയം. അപ്പം തന്നെ അതിന് സെപ്പറേറ്റ് ചെയ്ത് വരും. Al2O3 XH2 ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരും. ബാക്കി ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്ന് സോഡിയം ബൈകാർബണേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പൊടിച്ച നമ്മുടെ ബോക്സൈറ്റ് ഓണിനെ digested with the concentrated sodium aerosol solution using at 473 to 523 Kelvin temperature and 35 to 36 bar pressure. അപ്പോൾ അതിനുള്ള ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള SiO2 കൂടി അതിൽ ലയിക്കും. അയൺ ഓക്സൈഡ് ലയിക്കില്ല, അതിനപ്പം തന്നെ ഫിൽറ്റർ ചെയ്ത് മാറ്റാം. അപ്പോൾ അലുമിനിയം അതിൽ ലയിക്കുന്നുണ്ട്, SiO2 അതിൽ ലയിക്കുന്നുണ്ട്. SiO2 ലയിച്ച് സോഡിയം സിലിക്കേറ്റും അലുമിനിയം ലയിച്ച് സോഡിയം അലുമിനേറ്റും ആകും. അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ചേർക്കുന്നതിനാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യത്തെ അലുമിനിയം മുഴുവൻ ലയിച്ച അലുമിനിയം മുഴുവൻ ഇപ്പോൾ ഹൈഡ്രേറ്റഡ് അലുമിനിയം ആയിട്ട് തിരിച്ചു വരിക. Al2O3 XH2 ഹൈഡ്രേറ്റഡ് അലുമിനിയം. മറ്റേത് സോഡിയം ബൈകാർബണേറ്റ്. ഇപ്പോൾ ഈ ലൈനിൽ ഇനി ഇവിടെ സോഡിയം സിലിക്കേറ്റ് ഉണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇനി ഈ പ്രെസിപ്പിറ്റേറ്റഡ് Al2O3 XH2 ഹീറ്റ് ചെയ്യാം നന്നായിട്ട്. Al2O3 XH2 നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. 1000 and above Kelvin കേട്ടോ. അപ്പോൾ അതിൻ്റെ വാട്ടർ പോകും. അങ്ങനെ നമുക്ക് Al2O3 പ്യൂരിഫൈഡ് ആയിട്ടുള്ള Al2O3. ഇതാണ് ലീച്ചിങ് എന്ന് പറയുന്ന മെത്തേഡ്. കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണിത്. ആദ്യം നമ്മുടെ സബ്സ്റ്റൻസിനെ ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുക, എന്നിട്ട് അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ട് നമ്മുടെ സിൽവറും ഗോൾഡൊക്കെ ഈ മെത്തേഡിന് ഉപയോഗിക്കുന്നു കേട്ടോ. സിൽവറിനും ഗോൾഡിനും. പക്ഷെ അത് ഹൈഡ്രോമെറ്റലർജി എന്ന് പറയുന്ന ടേമിനും അവർ പറയും. ലീച്ചിങ് എന്ന് മാത്രമല്ല ഹൈഡ്രോമെറ്റലർജി എന്ന് പറയും. അതിന് സിൽവറിനെയും എന്താ പറയുക ഗോൾഡിനൊക്കെ നമ്മൾ ആദ്യം സോഡിയം സൈനൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം സൈനൈഡിലാണ് ലയിപ്പിക്കുക. എന്നിട്ട് അതിൽ ലയിച്ച് കഴിഞ്ഞാൽ ആ ലൈനിൽ നിന്ന് അവരെ വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സിങ്ക് ആഡ് ചെയ്യും. അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡ് ആദ്യം പൊട്ടാസ്യം സൈനൈഡ് കേട്ടോ, ഇൻ പ്രസൻസ് ഓഫ് എയർ. പൊട്ടാസ്യം സൈനൈഡ് സൊല്യൂഷൻ. അപ്പോൾ ഗോൾഡ് പൊട്ടാസ്യം സൈനൈഡ് ലയിച്ചിട്ട് KAuCN twice. KAuCN twice ഉണ്ടാവും. ഇത് കോംപ്ലക്സ് ഉണ്ടാവും. KAuCN twice എന്ന് പറയുന്നത് K2AuCN twice 4. ദെൻ ഇതിൽ നിന്ന് സിങ്ക് ചേർത്ത് K2AuCN twice. ഇതിലേക്ക് സിങ്ക് ചേർക്കാം. അപ്പം നമുക്ക് ZnCN 4 times ഉണ്ടാവും. പ്ലസ് AU പുറത്താക്കണം. ഇതും ലീച്ചിങ്ങിൽ പറയാം, പക്ഷെ ഇതിന് വേറൊരു പേരിൽ നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്, ഹൈഡ്രോമെറ്റലർജി എന്നുള്ള പേരിൽ. അപ്പോൾ അവിടെ ആയാലും മതി. ഗോൾഡ് ആയാലും സിൽവർ ആയാലും ആദ്യം പൊട്ടാസ്യം സൈനൈഡ് ലൈനിലേക്കും അതിന് സിങ്ക് ചേർത്ത് അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിരിക്കും കേട്ടോ. ലീച്ചിങ്ങിലും ഒന്ന് ഓർത്ത് വെച്ചോളൂ, സിൽവറും ഗോൾഡും പൊട്ടാസ്യം സൈനൈഡ് സൊല്യൂഷനിൽ ലയിക്കണം. അത് കഴിഞ്ഞിട്ട് അതിന് അവരെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സിങ്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ കഴിഞ്ഞു. അതായത് നമ്മളുടെ ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത നമ്മുടെ ഓറിനെ ആദ്യം ക്രഷ്ഡ് ആൻഡ് പൗഡേർഡ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് അത്യാവശ്യം എന്താ പറയുക സാൻഡ്, ക്ലേ തുടങ്ങിയ സാധനങ്ങളെ ഇമ്പ്യൂരിറ്റീസ്, റോക്കി അല്ലെങ്കിൽ എർത്തിലെ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇനി അതിൽ നിന്ന് അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഓറുണ്ട്, കുറച്ചൊക്കെ ഇമ്പ്യൂരിറ്റീസ് പോയ ഓറുണ്ട്, ശുദ്ധമായ ഓർമ്മ വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് മെറ്റലിനെ വേർതിരിക്കണം. മെറ്റലിനെ വേർതിരിക്കാൻ 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം ഓറിനെ റിഡക്ഷൻ നടത്തണം. റിഡക്ഷൻ നടത്തണമെങ്കിൽ ഓറിനെ ഏത് രൂപത്തിലാവണം? ഓക്സൈഡ് രൂപത്തിലാവണം. അപ്പം ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള ഓറിനെ റിഡക്ഷൻ നടത്താൻ പാകത്തിലാക്കുക ചെയ്യണം.
രണ്ടാമത്തെ സ്റ്റെപ്പ് മെറ്റലിനെ വേർതിരിക്കാൻ റിഡക്ഷൻ നടത്തുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ റിഡക്ഷനുള്ള രൂപത്തിലേക്ക് ആക്കണം. അപ്പോൾ കൺവേർഷൻ ടു ഓക്സൈഡ് ആണ്. ഓക്സൈഡ് ആയാലാണ് റെഡ്യൂസ് ചെയ്യാൻ എളുപ്പം. കൺവേർഷൻ ഓഫ് ഓർ ഇൻടു ഓക്സൈഡ്. അപ്പം നമ്മുടെ ഓറിൽ നിന്ന് മെറ്റലിനെ വേർതിരിക്കലാണ് ഈ സ്റ്റെപ്പ്. ഓറിൽ നിന്ന് മെറ്റലിനെ ഫ്രീ ആക്കി വേർതിരിക്കാൻ ഓറിനെ റെഡ്യൂസ് ചെയ്യണം. ഓറിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഓർ ഏത് രൂപത്തിലാണെന്ന് പറയണം? ഓക്സൈഡ് രൂപത്തിലാവണം. നമ്മുടെ കയ്യിലുള്ള ഓർ ചിലപ്പോൾ കാർബണേറ്റ് രൂപത്തിലാവാം, സൾഫൈഡ് രൂപത്തിലാവാം, ഫോസ്ഫൈഡ് രൂപത്തിലൊക്കെ ആവും. നമ്മൾക്കിപ്പോൾ ഓറിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഓർ ഏത് രൂപത്തിലാവണമെന്ന് പറയണം? ഓക്സൈഡ് രൂപത്തിൽ. ഓറിനെ ഓക്സൈഡ് രൂപത്തിലേക്ക് ആക്കാവുന്നതാണ് ഇവിടുത്തെ ആദ്യത്തെ ഭാഗം. ഓക്സൈഡ് രൂപത്തിലാക്കാൻ 2 മെത്തേഡുണ്ട്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും കാൽസിനേഷൻ. ആദ്യം എന്താണ് കാൽസിനേഷൻ എന്ന് പറയുക? നമ്മുടെ കയ്യിലുള്ള കോൺസെൻട്രേറ്റഡ് ഓറിനെ ഹീറ്റ് ചെയ്യുക, പിന്നെ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ, കുറച്ച് എയർ കൊടുത്തിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറ് ഓക്സൈഡ് രൂപത്തിലേക്കായി കിട്ടും. ഒപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും വോളറ്റൈൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, ഫോർ എക്സാമ്പിൾ വാട്ടർ വേപ്പർ തുടങ്ങിയുള്ള വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ഓറിലുണ്ടെങ്കിൽ അത് എസ്കേപ്പ് ചെയ്ത് പോവുകയും ചെയ്യും നമ്മൾ ഹീറ്റ് ചെയ്യണ കാരണം. ഫോർ എക്സാമ്പിൾ Fe2O3XH2 അയൺ ഓക്സൈഡ് ആട്ടോ ഓർ കോൺസെൻട്രേറ്റഡ് അയൺ ഹീറ്റ് ചെയ്യുന്നു. Fe2O3 കണ്ട വാട്ടർ വേപ്പർ എസ്കേപ്പ് ചെയ്യുന്നു. പിന്നെ സിങ്ക് കാർബണേറ്റ് രൂപത്തിലായിരുന്നു നമ്മുടെ കാൽസിനേഷൻ കഴിഞ്ഞപ്പോൾ അത് സിങ്ക് ഓക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് കാൽസിനേഷൻ. അപ്പോൾ കാൽസിനേഷനിൽ നമ്മൾ ചെയ്യണത് വെറുതെ ഹീറ്റ് ചെയ്യണം, പിന്നെ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഓരോ ഓക്സൈഡ് രൂപത്തിലേക്കാവും. ഒപ്പം കാർബണേറ്റ് ഒക്കെ ആണെങ്കിൽ ഓക്സൈഡ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു. ഒപ്പം എന്തെങ്കിലും വാട്ടർ വേപ്പർ പോലെയുള്ള വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം എസ്കേപ്പ് ചെയ്ത് പോകും. ഈ റോസ്റ്റിംഗ് അവിടെ ഹീറ്റിംഗ് ദ ഓർ, പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, എക്സസ് സപ്ലൈ ഓഫ് എയർ. ഇവിടെ വേണമെങ്കിൽ എയർ ഇല്ല എന്ന് തന്നെ പറയും, ആബ്സെൻസ് ഓഫ് എയർ പറയും, അല്ലെങ്കിൽ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ എന്ന് പറയും. ഇപ്പം നമ്മൾ പറയും ഹീറ്റിംഗ് ദ ഓർ ഇൻ എൻ എക്സസ് സപ്ലൈ ഓഫ് എയർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് താഴെ വരെ ഹീറ്റ് ചെയ്താൽ മതി. സൾഫൈഡ് ഓർ, ഫോസ്ഫൈഡ് ഓർ, ആർസനിക് ഓർ അവർക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുക കേട്ടോ. സൾഫൈഡ് ഓറിൻ്റെ എക്സാമ്പിൾ തന്നെ സിങ്ക് സൾഫൈഡ് ഓക്സൈഡ് രൂപത്തിലേക്ക് ആക്കി മാറ്റാനായിട്ട് ഓക്സൈഡ് ചേർത്ത് ഹീറ്റ് ചെയ്യുക, അതാണ് റോസ്റ്റിംഗ്. സിങ്ക് ഓക്സൈഡ് ഒപ്പം അതിലുള്ള സൾഫർ ഡൈ ഓക്സൈഡ് ആയിട്ടുണ്ട് കണ്ട 2 PbS ആരെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. സൾഫൈഡ് ഓറുകൾക്കൊക്കെ 3O ഹീറ്റ് ചെയ്യുന്നു, 2 PbO + 2SO. അതുപോലെ കോപ്പറിൻ്റെ സൾഫൈഡ് ഓറൊക്കെ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ സൾഫൈഡ് ഫോസ്ഫൈഡ് ഓറുകളെയൊക്കെ ഓക്സൈഡ് ഓറുകളാക്കി മാറ്റാൻ ചെയ്യുന്ന പ്രോസസ്സാണ് റോസ്റ്റിംഗ്. അപ്പോൾ കാൽസിനേഷനും റോസ്റ്റിംഗ് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. കാൽസിനേഷനിൽ ഓക്സിജൻ വേണ്ട, ഓക്സിജൻ നോട്ട് യൂസ്ഡ്. ഇവിടെ ഓക്സിജൻ യൂസ്ഡ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാവുന്ന ഈ സൾഫൈഡ് ഡൈ ഓക്സൈഡിനെ നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ്ങിലേക്ക് യൂസ് ചെയ്യാം. വെറുതെ കളയേണ്ട കാര്യമില്ല, ബൈ പ്രൊഡക്റ്റും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, കൺവേർഷൻ ഓഫ് ഓർ ഇൻടു ഓക്സൈഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഓക്സൈഡ് ഓറിനെ റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കി മാറ്റാം. ഓക്സൈഡ് ഓറിനെ റെഡ്യൂസ് ചെയ്യാൻ റെഡ്യൂസിങ് ഏജൻസി ചേർത്ത് ഹീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് വഴി റെഡ്യൂസ് ചെയ്യും. അപ്പോൾ റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് ഓറിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഫോർ എക്സാമ്പിൾ മെറ്റൽ ഓക്സൈഡ് MXOY ജനറലി എഴുതുന്നു Fe2O3 അല്ലെങ്കിൽ ZnO. അങ്ങനെ മെറ്റൽ ഓക്സൈഡ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ സൾഫൈഡ് ഓറൊക്കെ ആയിരുന്നു, അതിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് മെറ്റൽ ഓക്സൈഡാക്കി മാറ്റി. ഇനി ഇതിലേക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് ചേർത്ത് ഹീറ്റ് ചെയ്യും. സാധാരണ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ചേർക്കാം കോക്ക് അഥവാ കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റൽ, അവരൊക്കെയാണ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ടീച്ചർ ഇവിടെ കാർബണാ ചേർത്തേ. അപ്പോൾ വി ഗെറ്റ് X മെറ്റൽ പ്ലസ് ഇതിലുള്ള മെറ്റലിലുള്ള ഓറിലുള്ള ഓക്സൈഡൊക്കെ എന്തായിട്ട് മാറി കാർബൺ മോണോക്സൈഡ്. ഇപ്പോൾ നമ്മുടെ മെറ്റൽ ഫ്രീ. ഇതാണ് റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ഇൻറ്റു മെറ്റൽ. അതിന് ഏത് റെഡ്യൂസിങ് ഏജൻറ്റിനെയാണ് ചേർക്കണം? കോക്ക് ചേർക്കണോ, കാർബൺ മോണോക്സൈഡാണോ ചേർക്കണോ, വേറെ ഏതെങ്കിലും മെറ്റലാണോ ചേർക്കണോ എന്നൊക്കെയുള്ളത് നമ്മൾക്ക് തീരുമാനിക്കാനായിട്ട് അടുത്തൊരു ഘട്ടമുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് പറയാം നമുക്ക്. എല്ലിംഗ്ഹാം ഡയഗ്രാം എന്ന് പറഞ്ഞൊരു ഡയഗ്രാം, അത് തെർമോഡൈനാമിക്സ് ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടാണ് അത് പറയുന്നത്. അത് ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറിൽ നിന്ന് അത്യാവശ്യം എർത്തി ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണത്. അതിന് 4 മെത്തേഡ്, 3 ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ്. ഹൈഡ്രോളിക് വാഷിംഗ്,
മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്ലോട്ടേഷൻ പ്രോസസ് ആൻഡ് ലീച്ചിങ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് മെറ്റലിനെ വേർതിരിക്കുകയാണ്. എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. ഇറ്റ് ഇൻവോൾവ്സ് 2 steps. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ഓറിനെ ഓക്സൈഡ് രൂപത്തിലേക്കാക്കി മാറ്റുന്നു. ചില ഓറൊക്കെ ഓൾറെഡി ഓക്സൈഡ് രൂപമാണ്, പക്ഷെ അവിടെ ഹൈഡ്രേറ്റഡ് വാട്ടർ ചേർന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിന് ചെയ്യുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ. അപ്പോൾ വാട്ടർ വേപ്പർ പോലെയുള്ള വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് അതുവഴി നഷ്ടപ്പെടും. നമ്മുടെ ഓറ് കൃത്യമായിട്ട് ഓക്സൈഡ് രൂപത്തിൽ കിട്ടും. ഇനി ഏതെങ്കിലും സൾഫൈഡ് അങ്ങനെയുള്ള രൂപത്തിൽ നിൽക്കുന്ന ഓറാണെങ്കിൽ റോസ്റ്റിംഗ് നടത്താം, ഓക്സിജൻ ചേർത്ത് ഹീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓക്സൈഡ് രൂപത്തിലേക്ക് കിട്ടും. അത് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്സൈഡ് ഓറിനെ റെഡ്യൂസിങ് ഏജൻറ്റ് ചേർത്ത് എന്താക്കി മാറ്റാം, മെറ്റലാക്കി മാറ്റാം. ഇതും കഴിഞ്ഞപ്പോൾ മെറ്റൽ നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇതിന് കുറച്ച് പണിയുണ്ട് കേട്ടോ, അത് നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം. മെറ്റൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫ്രീ ആയി. ഇനി മെറ്റൽ കിട്ടിയ ഫ്രീ ആയിട്ട് കിട്ടിയ മെറ്റൽ ചിലപ്പോൾ മിക്കവാറും അത് നോട്ട് പ്യുവർ ആയിരിക്കും, അത്ര പ്യുവർ ആവില്ല. അപ്പോൾ അതിന് പ്യുവറാക്കാൻ ചെയ്യുന്ന പ്രോസസ്സാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. അപ്പോൾ ഇപ്പോൾ മെറ്റൽ ഓറിൽ നിന്ന് മെറ്റലിനെ നമ്മൾ വേർതിരിച്ചെടുത്തു, മെറ്റൽ ഫ്രീ ആയി. പക്ഷെ ഇനിയും മെറ്റൽ ഇംപ്യൂർ ആണെങ്കിൽ അതിനെ ഇംപ്യൂർ ആയിരിക്കും മിക്കവാറും, 100% പ്യൂർ ഒന്നും ആവില്ല. അപ്പോൾ അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ് റിഫൈനിങ് എന്ന് പറയുന്നത്. റിഫൈനിങ്ങിൽ ആദ്യത്തെ ഡിസ്റ്റിലേഷൻ, ഇതിലും കുറേ മെത്തേഡ്സ് ഉണ്ട്. ഡിസ്റ്റിലേഷൻ, ബോയിൽ ചെയ്യും, തിളപ്പിക്കും. ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ്, ലോ ബോയിലിംഗ് മെറ്റൽസ്, സിങ്ക്, മെർക്കുറി എക്സെട്ര പെട്ടെന്ന് തിളയ്ക്കണവരാണ്. അപ്പോൾ അവരെ പ്യൂരിഫൈഡ് അല്ല, അതുകൊണ്ട് റിഫൈൻ ചെയ്യുന്നു, തിളപ്പിക്കുക നമ്മൾ. അപ്പോൾ ആദ്യം നമ്മുടെ മെറ്റൽ വേപ്പറായിട്ട് കൊണ്ടു, അതിനെ കളക്ട് ചെയ്യുക, തണുപ്പിച്ച് നമ്മുടെ മെറ്റൽ കിട്ടും, മറ്റേ ഇമ്പ്യൂരിറ്റി അതിൽ തന്നെ കിടക്കും. അപ്പോൾ ഡിസ്റ്റിലേഷൻ. അടുത്തത് നമ്മൾ പറയാ എന്താ പറയുക, ലിക്വേഷൻ. ലോ മെൽറ്റിംഗ് ആയിട്ടുള്ള സോളിഡ്സ്, മെറ്റൽസ്, ലോ മെൽറ്റിംഗ് മെറ്റൽസ് ലൈക്ക് ടിന്ന്, ലെഡൊക്കെ ലോ മെൽറ്റിംഗ് ആണ്. അവരെ ഒരു ചെരിഞ്ഞ പ്രതലത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ നമ്മുടെ മെറ്റൽ പെട്ടെന്ന് ഉരുകും, അതിങ്ങനെ താഴത്തേക്ക് ഒഴുകി വരും. അങ്ങനെ റിമൂവ് ചെയ്യാനാണ് ലിക്വേഷൻ. അപ്പോൾ ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ. അടുത്ത ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് അത് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി പറയും. ഇത് ഇലക്ട്രോളിസിസ് വഴിയാണ് പ്യൂരിഫിക്കേഷൻ. കോപ്പറിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സാധാരണ ചെയ്യും. കോപ്പറിന് വേണ്ടി ചെയ്യുമ്പോൾ അതാണ് ഇംപ്യൂർ, നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ട ഇംപ്യൂർ കോപ്പർ റോഡിനെ ആനോഡായിട്ട് എടുക്കുക. ഇംപ്യൂർ കോപ്പർ റോഡിട്ടാണ്, ഇംപ്യൂർ കോപ്പർ ആനോഡ്. ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് ഇത്, നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നത് കാഥോഡ്. കാഥോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്യുവർ കോപ്പർ. പ്യുവർ കോപ്പർ ആനോഡും പ്യുവർ കോപ്പർ കാഥോഡും. ഇനി അവരുടെ തന്നെ ലായനി കോപ്പർ സൾഫേറ്റ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഈ ആനോഡിൽ നിന്ന് കോപ്പർ ആറ്റം 2 വീതം ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തി കോപ്പർ 2+ അയോണായിട്ട് ലായനിലേക്ക് വരും. കോപ്പർ 2+ ആയിട്ട് ലായനിലേക്ക് വരും. അപ്പോൾ അതിനൊപ്പം ഉണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റി ഇവിടെ അടിയിട്ട് ആനോഡ് മഡ് എന്നുള്ള പേര്. ഇനി ലായനിൽ നിന്ന് കോപ്പർ 2+ കാഥോഡിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ഇലക്ട്രോണെ സ്വീകരിച്ച് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അതിന് കൂടി ഇമ്പ്യൂരിറ്റിയൊക്കെ ഇതിൽ അടിയിലടിയും. അവർ ആനോഡ് മഡ് എന്ന് പറയും. കുറേ കഴിയുമ്പോൾ ആനോഡ് നേരത്തെ നിർത്തി വരും, കാഥോഡ് വലുതായി വരും, തിക്കായി വരും. ഇതാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അടുത്തത് സോൺ റിഫൈനിങ്. സോൺ റിഫൈനിങ് എക്സ്ട്രാ പ്യൂരിറ്റി ആവശ്യമുള്ള മെറ്റൽസിനെ പ്യൂരിഫൈ ചെയ്യുക, റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സോൺ റിഫൈനിങ്. അത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക്, സിലിക്കൺ, ജെർമേനിയം, ഗാലിയം തുടങ്ങിയവർക്കുള്ളതാണ് അത്. അതിന് സാധാരണ നമ്മൾ ചെയ്യുക, അതിൻ്റെ ഒരു മെറ്റൽ ബാർ എടുക്കണം. ഇപ്പോൾ സിലിക്കണോ ജെർമേനിയത്തിൻ്റെ ഒക്കെ ഒരു ബാറാണെന്ന് കരുതാം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു മൊബൈൽ ഹീറ്റർ കൊടുക്കാം. സർക്കുലർ ഷേപ്പുള്ള മൊബൈൽ ഹീറ്റർ മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളിതിന് ഹീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഭാഗം ഒരു ഉരുകും. ഈ ഭാഗം ഉരുക്കി കഴിഞ്ഞ് ഹീറ്ററും കൂടി മൂവ് ചെയ്യിക്കാം, റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കാം. ഇത് ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഹീറ്റർ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഇമ്പ്യൂരിറ്റി ഇവിടെ തന്നെ കിടക്കും. ഇമ്പ്യൂരിറ്റി എപ്പോഴും മോൾട്ടൺ ഭാഗത്തേക്കാണ് നിൽക്കുക. അതേസമയം മെറ്റൽ ഈ ഭാഗത്ത് നിൽക്കണു, അത് ക്രിസ്റ്റലൈസ് ചെയ്ത് മാറും. അങ്ങനെ കുറേ ഹീറ്റ് ചെയ്ത് അറ്റം വരെ എത്തുമ്പോൾ ഇവിടെ മുഴുവൻ മോൾട്ടൺ ഭാഗമാണ്, ഇവിടെ ഇമ്പ്യൂരിറ്റി ആയിരിക്കും. ഈ ഭാഗമൊക്കെ ക്രിസ്റ്റലൈസ് ചെയ്ത് മെറ്റൽ സോൾഡിഫൈ ചെയ്യും. ഈ മോൾട്ടൺ ഭാഗത്തിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. നേരത്തെ തുടർച്ചയാണ്.
അപ്പോൾ നമ്മൾ ഈ സർക്കുലർ ഹീറ്റർ ഈ അറ്റം വരെ എത്തുമ്പോൾ, മൊബൈൽ ഹീറ്റർ ഈ റൈറ്റ് സൈഡ് വരെ എത്തുമ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ മോൾട്ടൺ റീജിയനായിട്ട് നിൽക്കും. മെൽറ്റഡ് ഭാഗമാണ് ഇത്, മെൽറ്റ് ഭാഗമാണ്. ഇതിനെ കട്ട് ചെയ്ത് മാറ്റും. ഈ ഭാഗം മുഴുവൻ മെറ്റൽ സോൾഡിഫൈ ചെയ്തിട്ടാണ്. എന്നിട്ടും ഇനി നമുക്ക് ഇത് പ്യൂരിഫൈഡ് ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ പ്രോസസ്സ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ പ്രാവശ്യം നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഈ ഹീറ്റർ കൊണ്ടുപോയി ആ ഡയറക്ഷനിൽ തന്നെ നമ്മളിത് ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ ഹീറ്റർ മൂവ് ചെയ്തെങ്കിൽ എപ്പോഴും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഹീറ്റ് ചെയ്യണം. സിലിക്കൺ ജർമ്മനി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു മെറ്റൽ ബാർ എടുക്കാം. അതിൻ്റെ ഒരു എൻഡിൽ നമ്മളൊരു സർക്കുലർ മൊബൈൽ ഹീറ്റർ കൊടുക്കാം. അതിൻ്റെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം മെൽറ്റാം. അപ്പോൾ തന്നെ ഹീറ്റർ അടുത്ത ഭാഗത്തേക്ക് നീക്കാം. ഹീറ്റർ നീക്കണതിൻ്റെ ഒപ്പം ഇമ്പ്യൂരിറ്റി മോൾട്ടൺ ഭാഗത്തേക്ക് കടക്കും. മെറ്റൽ ഇവിടെ സോൾഡിഫൈ ചെയ്യും. അങ്ങനെ ഇത് അറ്റം വരെ എത്തുന്നു. അതിൽ അറ്റം വരെ എത്തുമ്പോൾ അറ്റഭാഗം ആ അറ്റം ആ എൻഡിൽ മോൾട്ടൺ ഭാഗത്തിൽ നമ്മുടെ ഇമ്പ്യൂരിറ്റിയാണ് നിൽക്കുക. ആ ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റാം. വീണ്ടും ഈ പ്രോസസ്സ് എത്ര പ്രാവശ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത് വേപ്പർ ഫേസ് റിഫൈനിങ്. വേപ്പർ ഫേസ് റിഫൈനിങ്. വേപ്പർ ഫേസ് റിഫൈനിങ്ങിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ആദ്യം മെറ്റലിൻ്റെ കൂടെ ഒരു റിയേജൻറ്റിനെ ചേർക്കുന്നത്. അപ്പോൾ മെറ്റലിനെ നമ്മളിപ്പോൾ ഫ്രീ ആക്കി എടുത്തതാട്ടെ, മെറ്റൽ ഓറിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുത്തതാണ്. ആ മെറ്റലിന് വീണ്ടും കോമ്പൗണ്ട് ആക്കാണ്. ആദ്യം നമ്മുടെ മെറ്റലിൻ്റെ കൂടെ ഒരു റിയേജൻറ്റ് ചേർത്തിട്ട് ഹീറ്റ് ചെയ്ത് മെറ്റലിനെ ഒരു വോളറ്റൈൽ കോമ്പൗണ്ടാക്കി മാറ്റുന്നു. വേപ്പറൈസ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള കോമ്പൗണ്ട്. അത് കഴിഞ്ഞ് അതിനേക്കാൾ ഉയർന്ന ടെമ്പറേച്ചറിൽ വീണ്ടും ആ കോമ്പൗണ്ടിന് ഹീറ്റ് ചെയ്യുന്നു. അതിന് ഡീകമ്പോസ് ചെയ്ത് നമ്മുടെ മെറ്റൽ ഫ്രീ ആക്കി എടുക്കുന്നു. ഇതിൽ ഈ വേപ്പർ ഫേസ് റിഫൈനിങ്ങിൽ രണ്ട് മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. രണ്ട് മെത്തേഡ്സാണ് വരുന്നത്. ഒന്ന് മോൺസ് പ്രോസസ്, അത് നിക്കലിനാട്ടാണ്. മോൺസ് പ്രോസസ് നിക്കലിനുള്ളതാണ്. ആദ്യം നമ്മുടെ നിക്കലിനെ, പ്യുവർ നിക്കലിന് കാർബൺ മോണോക്സൈഡ് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. അതൊരു 350, 330, 3 to 353 കൽവിൻ അടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യും. അപ്പോൾ നിക്കല് ഈ കാർബൺ മോണോക്സൈഡിന് കൂടെ ചേർന്ന് ഒരു കോംപ്ലെക്സ് ഉണ്ടാവും, വോളറ്റൈൽ കോമ്പൗണ്ട്. ടെട്രാ കാർബണൈൽ നിക്കൽ സീറോ. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ അതിൻ്റെ പേര് പഠിച്ചത്. ഇത് വോളറ്റൈലാണ് ഈ സംഭവം. അപ്പോൾ ഇംപ്യൂർ നിക്കലാണ് നമ്മൾ ഹീറ്റ് ചെയ്യാൻ എടുത്തത്. അപ്പോൾ ഇതിൽ നിക്കൽ മാത്രം കാർബൺ മോണോക്സൈഡിന് കൂടെ ചേരുള്ളൂ, അതിൽ ഇംപ്യൂരിറ്റി ചേരില്ല. അപ്പോൾ അപ്പം തന്നെ അത് സെപ്പറേറ്റഡ് ആയി. ഇനി ഇതിൽ നിന്ന് വീണ്ടും നിക്കലിനെ ഫ്രീ ആക്കണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. NiCO 4 times ഹീറ്റ് ചെയ്യാം. കുറച്ചും കൂടി ഉയർന്ന ടെമ്പറേച്ചർ 453 to 473 കൽവിൻ. അപ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്ത് നിക്കൽ പ്ലസ് 40. ഇത് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ ആദ്യം നമ്മുടെ പ്യുവർ മെറ്റലിനെ ഒരു റിയേജൻ്റ് കൂടെ ചേർത്തിട്ട് ഒരു വോളറ്റൈൽ കോമ്പൗണ്ടാക്കി മാറ്റുക, ഹീറ്റ് ചെയ്തിട്ട്. ദെൻ ആ വോളറ്റൈൽ കോമ്പൗണ്ടിന് അതിനേക്കാൾ ഉയർന്ന ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുക. അത് ഡീകമ്പോസ് ചെയ്ത് നമ്മുടെ മെറ്റൽ ഫ്രീ ആയി കിട്ടും. അടുത്തത് വാൻ ആർക്കൽ പ്രോസസ്സ്. ഇതിൽ തന്നെയാട്ടോ വേപ്പർ ഫേസ്. വാൻ ആർക്കൽ പ്രോസസ്സ് അത് സിർക്കോണിയത്തിനും ടൈറ്റാനിയത്തിനൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കണം. സിർക്കോണിയം, ടൈറ്റാനിയം. ആദ്യത്തെ സ്റ്റെപ്പ്, സിർക്കോണിന് ഒരു ഇവാക്യുവേറ്റഡ് വെസലിൽ, പൈശൂന്യമായ വെസലിൽ അയോഡിൻ ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. അത്യാവശ്യം വരുന്ന ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ സിർക്കോണിയം ടെട്രായോഡൈഡ് എന്ന് പറയുന്ന വോളറ്റൈൽ കോമ്പൗണ്ട് ഉണ്ടാവും. ഈ സിർക്കോണിയം ടെട്രായോഡൈഡിന് ഇനി ഒരു 2000 കൽവിൻ്റെ അടുത്ത് ഹീറ്റ് ചെയ്യണം, 2000 കൽവിൻ. അതിനെ ചെയ്യുക ഹീറ്റഡ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്, നമ്മുടെ ബൾബിലൊക്കെ ഉള്ളത് ഹീറ്റഡ് ടങ്സ്റ്റൺ ഫിലമെൻറ്റിലേക്ക് കോണ്ടാക്ട് ഈ വേപ്പറിനെ കടത്തുന്നത്. ഹീറ്റഡ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് അപ്പോഴാണ് ഒരു 1800 കൽവിൻ 2000 കൽവിൻ്റെ ഒക്കെ അടുത്ത് ടെമ്പറേച്ചർ വരും. അപ്പോൾ ഈ വേപ്പറിന് ഹീറ്റഡ് ടങ്സ്റ്റൺ ഫിലമെൻറ്റിലേക്ക് കടത്തിവിടാം. അപ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്ത് സിർക്കോണിയം കിട്ടും. ടൈറ്റാനിയത്തിന് ഇതന്നെ മെത്തേഡ്. അപ്പോൾ വേപ്പർ ഫേസ് റിഫൈനിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോൺ റിഫൈനിങ്, മോൺസ് പ്രോസസ്സ്, വാൻ ആർക്കൽ മെത്തേഡ്, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ അടുത്തത് ഇതിലൊരെണ്ണം കൂടിയുള്ളത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്ന മെത്തേഡ്. ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡിൽ ഒരു മിക്സ്ചറിൽ ഒന്നിലധികം കമ്പോണൻസ് ഉണ്ട്. അവരെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് കേട്ടോ. ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് ഒരു മിക്സ്ചറിൽ ഒന്നിലധികം കമ്പോണൻസ് ഉണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. നമ്മളിതിൽ കോളം ക്രോമാറ്റോഗ്രാഫിയെ പറയുന്നത് ബ്യൂററ്റ് പോലത്തെ ഒരു ലോങ് ഗ്ലാസ് ട്യൂബ്. അതിൻ്റെ നമുക്ക് സൈഡിൽ ഇത് ടാപ്പും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിൽ സിലിക്ക ജെൽ അലുമിനിയ പൗഡർ നിറക്കി Al2O3
അലുമിനിയം പൗഡർ അല്ലെങ്കിൽ സിലിക്ക ജെല്ലിൽ നിറയ്ക്കും. ഈ ട്യൂബ് മൊത്തം വെളുത്ത പൗഡറിൽ നിന്ന് നിറയ്ക്കും ഫുള്ള്. അത് അഡ്സോർബൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. മറ്റുള്ള വസ്തുക്കൾ അതിൻ്റെ സർഫസിലേക്ക് ചേർത്ത് വെക്കാൻ കഴിവുള്ള ആളാണ് അഡ്സോർബൻ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സർഫസ് കെമിസ്ട്രി ചാപ്റ്റർ. എന്നിട്ട് അതിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ഇയോൺ അടങ്ങി മെറ്റൽ അടങ്ങി ആ മിക്സ്ചർ ഇതിലേക്ക് കടക്കും. മെറ്റലും ഇംപ്യൂർ, അതായത് മെറ്റൽ പ്ലസ് ഇമ്പ്യൂരിറ്റി, അതിനെ ഒരു പർട്ടിക്കുലർ സോൾവെൻറ്റ് ഡിസോൾവ് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ അതിലെ മെറ്റലും ഇമ്പ്യൂരിറ്റിയും രണ്ട് വേഗതയിലാണ് ഇവിടെ അഡ്സോർബ് ചെയ്യപ്പെടുക. ചിലപ്പോൾ മെറ്റലാവും ടൈറ്റ്ലി അഡ്സോർബ്, അങ്ങനെയാണെങ്കിൽ മെറ്റൽ ഇവിടെ നിൽക്കും, ഇമ്പ്യൂരിറ്റി ഇവിടെ നിൽക്കും. ആരാണ് ഈ ഇതിൽ നന്നായിട്ട് അഡ്സോർബ് ചെയ്യണേ, സ്ട്രോങ്ലി അഡ്സോർബ്, അവർ ഇവിടെ നിൽക്കും, മറ്റാണ് ഇവിടെ നിൽക്കും. അപ്പോൾ ഒരു സെപ്പറേറ്റഡ് ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് എലുവൻ്റ് എന്ന് പറയുന്ന ഒരു സോൾവെൻ്റ് ഒഴിക്കും. എലുവൻ്റ് അപ്പോൾ എന്തുണ്ടാവുമെന്ന് അറിയും. എലുവൻ്റ് ഇവരിൽ നിന്ന് ഈ അഡ്സോർബൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വരെ കഴുകി മാറ്റും, വാഷ് ഡൗൺ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എലൂഷൻ. അപ്പോൾ വീക്കിലി അഡ്സോർബ്ഡ് ആരാണോ അയാളാണ് ആദ്യം ഈ സോൾവെൻറ്റിൻ്റെ കൂടെ താഴ്ത്തേക്ക് പോരും. ടാപ്പ് തുറക്കുക, അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്. ഇത്രയാണ് നമ്മൾ റിഫൈനിങ് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഇൻ ടു മെറ്റൽ. മെറ്റൽ ഓക്സൈഡിൽ നിന്ന് മെറ്റലിനെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ ഏത് റെഡ്യൂസിങ് ഏജൻറ്റിനെ യൂസ് ചെയ്യും, ഏത് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നത്, എല്ലിൻഹാം ഡയഗ്രാം എന്ന് പറയുന്ന ഒരു ഡയഗ്രാം വെച്ചിട്ട് തെർമോഡൈനാമിക്സ് പ്രിൻസിപ്പിൾ, ഇലക്ട്രോ കെമിക്കൽ പ്രിൻസിപ്പിളൊക്കെ, ഇലക്ട്രോ കെമിക്കലിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് പറയണേ. അതാണ് ഇനി അടുത്തത് പറയാനുള്ളത് കേട്ടോ.